നമസ്കാരം. എ.ഡി.എം. നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 1 മാസവും 12 ദിവസവും കഴിയുന്നു. അതായത് ഒക്ടോബർ 15-ാം തീയതിയാണ് എ.ഡി.എം. നവീൻ ബാബുവിനെ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. നവംബർ കഴിഞ്ഞു, ഇന്നിപ്പോൾ ഡിസംബർ 10-ാം തീയതിയും കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഈ കേസിൽ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചിട്ട് യാതൊരു തരത്തിലുള്ള തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പൊതുജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് കേരള പോലീസ് ഈ കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിട്ടാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ കണ്ടെത്തുവാൻ വേണ്ടി സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. എന്നാൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം യാതൊരു തരത്തിലും തൃപ്തികരമല്ല എന്ന് തന്നെയാണ് എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ കുടുംബവും കേരളീയ പൊതുസമൂഹവും ഒരുപോലെ തന്നെ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് കേരള പോലീസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവരുടെ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള തൃപ്തിയും ഞങ്ങൾക്കില്ല. അതിനാൽ CBI അന്വേഷണം വേണമെന്നായിരുന്നു ഹൈക്കോടതിയിൽ മഞ്ജുഷ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അത് 12-ാം തീയതി വിശദമായ വാദം കേൾക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഹൈക്കോടതി നിരവധി ചോദ്യങ്ങൾ ഈ അവസരത്തിൽ പ്രാഥമിക വിവരങ്ങൾ എടുക്കുന്ന അവസരത്തിൽ മഞ്ജുഷയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് CBI അന്വേഷണം വേണം എന്ന് പറയുന്നത്? അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ യാതൊരു തരത്തിലും തൃപ്തിയില്ല. അതിന് ഉപോത്ഫലകമായി പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി NOC അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എ.ഡി.എമ്മിൻ്റെ അടുത്ത്. ആ NOC വൈകിച്ചതിൽ തന്നെയാണ് എ.ഡി.എം. നവീൻ ബാബുവിനെതിരെ PP ദിവ്യ, കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ വന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ അഴിമതിക്കാരനാണ് എന്നുള്ള വാർത്തകൾ ഉണ്ടാക്കിയത്. എന്നാൽ എന്തുകൊണ്ടാണ് എ.ഡി.എമ്മിന് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ 98,500 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ പ്രശാന്തനെ ചുറ്റിപ്പറ്റി പോലീസ് ഇപ്പോഴും യാതൊരു തരത്തിലുള്ള അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പെട്രോൾ പമ്പ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇന്ന് 1.5 കോടി മുതൽ ഏതാണ്ട് 2.5 കോടി രൂപ വരെ മുതൽ മുടക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥനായ സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രശാന്തിന് പെട്രോൾ പമ്പ് തുടങ്ങാൻ യാതൊരു തരത്തിലും അനുമതിയില്ല, അതിന് അവകാശമില്ല. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് അറിയുന്നത്. മാത്രമല്ല, സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥന് 1.5 കോടി മുതൽ 2.5 കോടി രൂപ വരെ മുതൽ മുടക്കി ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് പണം എവിടെ നിന്ന് കിട്ടി? ഈ വരുമാനത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി പ്രശാന്തൻ ആ വരുമാനത്തിൻ്റെ ഉറവിടം കാണിക്കേണ്ടതായുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ആ വഴിക്ക് അന്വേഷണം നടക്കാത്തത് എന്നുള്ളത് ഒരു ചോദ്യം. മാത്രമല്ല, എ.ഡി.എമ്മിന് പ്രശാന്തൻ കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി കണ്ണൂരിലുള്ള ഒരു സഹകരണ ബാങ്കിൽ നിന്നും സ്വർണം പണയപ്പെടുത്തി വായ്പയെടുത്തതാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ CPMൻ്റെ അധീനതയിലുള്ള കണ്ണൂർ മേഖലയിൽ നിന്നും ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നും സ്വർണം പണയപ്പെടുത്തിയതിൻ്റെ റെസിപ്റ്റ് പ്രശാന്തിന് കിട്ടുമായിരിക്കാം. എന്നാൽ എ.ഡി.എം. നവീൻ ബാബുവിന് ഈ പണം കൊടുത്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പ്രശാന്തൻ എ.ഡി.എമ്മിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എ.ഡി.എമ്മും പ്രശാന്തനും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു നാടകീയമായ രംഗങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, എ.ഡി.എം. നവീൻ ബാബു ഫോൺ ചെയ്ത് നീങ്ങുന്നതും പ്രശാന്തൻ എ.ഡി.എം. നവീൻ ബാബുവിനെ പിന്തുടരുന്നതുമായുള്ള ഒരു CCTV ദൃശ്യം കൂടി ഇതിന് ഉപോത്ഫലകമായി കാണിച്ചിട്ടുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഒരു സമയത്ത് ഒരു ടവർ ലൊക്കേഷന് കീഴിലുണ്ടായിരുന്നു, ഒരു CCTVയുടെ ദൃശ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി, കൈക്കൂലി മേടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇത്തരം നൂതന സാങ്കേതിക വിദ്യകളുടെ സാക്ഷ്യചിത്രങ്ങൾ ഇവർ ഹാജരാക്കുമ്പോൾ എന്തുകൊണ്ടാണ് നവീൻ ബാബു കൊല്ലപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 14-ാം തീയതി രാത്രി, അതായത് ഒക്ടോബർ 14-ാം തീയതി യാത്രയയപ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നവീൻ ബാബു മുനീശ്വരൻ കോവിൽ പരിസരത്ത് ഇറക്കി വിട്ടു എന്ന് നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീൻ പറയുന്ന ഇടം മുതൽ നവീൻ ബാബു എവിടേക്ക് പോയിട്ടുണ്ട്? റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ? വീട്ടിലേക്ക് അന്ന് രാത്രിയുള്ള വണ്ടിയിൽ കയറും, വെളുപ്പിന് പത്തനംതിട്ടയിൽ എത്തും എന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടോ?
റെയിൽവേ സ്റ്റേഷന് അകത്തോ പുറത്തോ ഉള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് എന്തുകൊണ്ട് സ്വീകരിച്ചിട്ടില്ല, ശേഖരിച്ചിട്ടില്ല? എന്തുകൊണ്ടാണ് പ്രശാന്തനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്? പ്രശാന്തന് നവീൻ ബാബുവുമായി സംസാരിച്ച ടവർ ലൊക്കേഷന് കീഴിലുണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരവും പ്രശാന്തനും നവീൻ ബാബുവും ഒരു CCTV ദൃശ്യത്തിന്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന മറ്റൊരു ദൃശ്യവും ഹാജരാക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിനുശേഷമുള്ള പ്രശാന്തന്റെ നീക്കങ്ങൾ പോലീസ് ശ്രദ്ധിക്കാതിരുന്നത്? പ്രശാന്തൻ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസ് ശേഖരിച്ചിട്ടില്ല? മാത്രമല്ല ഡ്രൈവർ ഷംസുദ്ദീനെ ചുറ്റിപ്പറ്റി യാതൊരു തരത്തിലുള്ള അന്വേഷണവും പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനുകളും ഉയർത്തി കാണിച്ചുകൊണ്ട് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇത്തരം നൂതന സാങ്കേതിക സാക്ഷ്യങ്ങൾ ഉയർത്തി കാണിച്ചവര് അവർക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി പങ്കുണ്ടോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരം ടവർ ലൊക്കേഷനുകൾ സംരക്ഷിക്കപ്പെടാത്തത്, ഇത്തരം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാത്തത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരളീയ പൊതുസമൂഹം ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നിയമവൃത്തങ്ങളും ചോദിക്കുന്നത്. മാത്രമല്ല പ്രശാന്തൻ ADM നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് തെളിയിക്കണമെങ്കിൽ മറ്റു മാർഗങ്ങളില്ല. നവീൻ ബാബു കൊല്ലപ്പെട്ടിരിക്കുന്നു അഥവാ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്ന പ്രശാന്തൻ ആണല്ലോ കൈക്കൂലി കൊടുത്തത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രശാന്തനെ നാർക്കോട്ടിക് അനാലിസിസിന് വിധേയനാക്കാത്തത്, എന്തുകൊണ്ടാണ് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാത്തത് എന്നൊരു ചോദ്യം കൂടി നിയമവൃത്തങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം കൃത്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം അക്കമിട്ട് അടയാളപ്പെടുത്തി പറയുന്നത്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണത്തിന്റെ പുരോഗതി എത്രത്തോളമായി, ആ കേസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ കേസ് ഡയറിയും കോടതിയിൽ ഹാജരാക്കണം എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതിനെ തുടർന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനെ വീണ്ടും മൊഴിയെടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമീപിക്കുന്നത്. അതായത് ഇടാപിടിയുന്നൊരു അന്വേഷണ റിപ്പോർട്ട് തട്ടിക്കൂട്ടുവാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം നടക്കുന്നു എന്നാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടും അവരെത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ഈ ഇൻക്വസ്റ്റിലാവട്ടെ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ നിറയെ രക്തത്തിൽ കുതിർന്നിരുന്നു, രക്തത്തിൽ മുങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ഇതെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ എവിടെയും ആന്തരികമായോ ബാഹ്യമായോ മുറിവുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ അടിവസ്ത്രം രക്തത്തിൽ മുങ്ങി കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ ഈ അടിവസ്ത്രത്തിൽ രക്തം എവിടെ നിന്ന് വന്നു, ആരുടെ രക്തമാണ് എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ എവിടെയുമില്ല. ഇത് FIR-ലും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഏത് തരത്തിലുള്ള കുറ്റമറ്റ അന്വേഷണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റേത് എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഇതാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഉയർത്തുന്ന സംശയം. ആന്തരികമായോ ബാഹ്യമായോ യാതൊരു തരത്തിലും ഒരു മൃതശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ മുറിവില്ലാതെ എങ്ങനെയാണ് രക്തം വമിക്കുക? ഇപ്പോൾ കുറ്റാന്വേഷണ രംഗത്ത് അതിവിദഗ്ധരായ പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ ആന്തരികാവയവങ്ങൾ തകർത്ത് കളഞ്ഞു കാണും, അത് ഒരുപക്ഷെ. എന്നാൽ ഇതിനിടയിൽ ഞെട്ടിക്കുന്ന മറ്റു ചില സംശയങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് നവീൻ ബാബുവിന്റെ ആന്തരിക അവയവങ്ങൾ തകർത്തത് ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ മലദ്വാരത്തിലൂടെ നീളമുള്ള ദൃഢതയാർന്ന ഏതെങ്കിലും തരത്തിലുള്ള ആയുധം അകത്ത് കയറ്റിയതിന്റെ പേരിൽ തന്നെയായിരിക്കാം ശരീരത്തിനുള്ളിൽ അത്തരം ഒരു ആയുധം, മൂർച്ചയേറിയ ഒരു ആയുധം കുത്തിക്കയറ്റി ആന്തരികാവയവങ്ങൾ തകർത്തുകൊണ്ട് തന്നെയാണ് ബാഹ്യമായോ ആന്തരികമായോ യാതൊരു തരത്തിലുള്ള പാടുകളും അവശേഷിപ്പിക്കാതെ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് കുറ്റാന്വേഷണ മേഖലയിൽ വിദഗ്ധരായ ചില ആളുകൾ സംശയരൂപേണ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാവാം ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥന്മാർ നവീൻ ബാബുവിന്റെ അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ഇത്തരം ഒരു മുറിവ് കണ്ടെത്തുവാനായിട്ട് ഡോക്ടേഴ്സിന് സാധിച്ചിട്ടില്ല. അത് മനഃപൂർവ്വമാണോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ആന്തരികാവയവങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രക്തസ്രാവം ഉണ്ടാവും. എന്നാൽ പുറമേക്ക് പരിക്കുകളില്ലാതെ ഇതെങ്ങനെ സാധിച്ചു എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തം ഉണ്ടായിട്ടുണ്ട്, രക്തത്തിൽ കുതിർന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് മലദ്വാരത്തിലൂടെ മൂർച്ചയേറിയ ഏതെങ്കിലും തരത്തിലുള്ള നീളമുള്ള ഒരു ആയുധം അകത്തേക്ക് ശരീരത്തിനുള്ളിലേക്ക് കയറ്റി ആന്തരികാവയവങ്ങളെല്ലാം തകർത്ത് തന്നെ ശ്വാസം മുട്ടിച്ച് കൊന്നതായിരിക്കാം, അതിനുശേഷം കെട്ടിത്തൂക്കിയതായിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത്. അതായത് പുറമെ മുറിവ് കാണാത്ത രീതിയിൽ അതിവിദഗ്ധനായ ഒരു കൊലയാളിയുടെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കാം ഇത് ചെയ്തത് എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. നിയമരംഗത്ത് വിദഗ്ധരായ പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കേസിൽ അടിമുടി ദുരൂഹതകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത്. 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ഹർജി വരുമ്പോൾ വിശദമായ വാദം കേൾക്കുകയും സർക്കാർ സത്യവാങ്മൂലം തന്നെ കൊടുത്തിരിക്കുന്നു ഈ കേസിൽ CBI അന്വേഷണം വേണ്ട എന്നുള്ളത്. ഈ സത്യവാങ്മൂലത്തിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തം കണ്ടതായി പറഞ്ഞിട്ടില്ല, FIR-ലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പരസ്പരം പൊരുത്തക്കേടുകൾ പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച
റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റിലുമെല്ലാം പരസ്പരം വിരുദ്ധമായ ഒരു റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഈ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ മരണത്തിൽ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിഷ്പക്ഷമായ സുതാര്യമായ കുറ്റമറ്റ അന്വേഷണം നടത്തി എന്ന് അവകാശപ്പെടാനാവുക? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണത്തിന് CBI അന്വേഷണം തന്നെ ഏർപ്പെടുത്തണം എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദത്തിനൊടുവിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഏത് തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും ഈ കേസിൽ കൈക്കൊള്ളുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.